നാദാപുരം പേരോട് കാറിൽ സ്ഫോടനമുണ്ടായത് ഉഗ്രശേഷിയുള്ള ഗുണ്ട് പൊട്ടിയത് കാരണമാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. അപകടമുണ്ടായ ഉടൻ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നതായും പോലീസ് വ്യക്തമാക്കി. കാറിലുണ്ടായിരുന്ന പടക്കശേഖരം മറ്റൊരിടത്തേക്ക് മാറ്റി. പരിക്കേറ്റ് രണ്ടുപേരെ കൂടാതെ മറ്റു രണ്ടുപേർ കൂടി കാറിൽ ഉണ്ടായിരുന്നതായും കണ്ടെത്തി. ദൃശ്യ തുടരുന്നുണ്ട്. ദൃശ്യ, കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ കേസൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ എന്താണിത്? സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കടത്താനുള്ള ശ്രമമായിരുന്നു. എന്താണ് കാറിൽ നടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം? ജിൽസി, ഞായറാഴ്ചയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. തലശ്ശേരിയിൽ നിന്ന് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പടക്കങ്ങൾ കടത്തുകയാണ് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ പരിക്കേറ്റ ഈ രണ്ടുപേരുടെ മൊഴി എന്ന് പറയുന്നത്. തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടെ ഈ നഗരത്തിലെത്തിയപ്പോൾ ഈ കയ്യിൽ കത്തിച്ച് വെച്ച് എറിയുകയായിരുന്നു. ഇതിനിടയിലാണ് ഷഹറാസ് എന്ന യുവാവിന് കൈക്ക് പരിക്കേറ്റത്. ഇയാളുടെ വലതു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഉഗ്രശേഷിയുള്ള പടക്കങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ തന്നെ മറ്റ് പടക്കങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു, കാറിലുണ്ടായിരുന്നു. കാറിൻ്റെ പിൻവശത്ത് നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഇത് കൂടാതെ തന്നെ റയീസ് എന്നൊരാൾ കൂടി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ കൂടാതെ മറ്റ് രണ്ടുപേർ കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള കണ്ടെത്തൽ. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഉഗ്രശേഷിയുള്ള പടക്കങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് പൊട്ടിച്ചെറിയുന്നതിനിടെയാണ് ഈ ഷഹറാസ് എന്ന യുവാവിന് പരിക്കേറ്റത്. ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം നാദാപുരം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴുള്ള ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഇവർ സൂക്ഷിച്ചിരുന്നത് ഉഗ്രശേഷിയുള്ള പടക്കമാണ്. അതുകൂടാതെ തന്നെ വാഹനത്തിനും ഈ ഒരു സ്ഫോടനത്തിൽ വാഹനത്തിനും ഭാഗികമായി വാഹനവും തകർന്നിരുന്നു. ഇപ്പോൾ ഈ രണ്ട് യുവാക്കളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റ് രണ്ടുപേർക്കുള്ള തിരച്ചിലാണ് പോലീസ്. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് പടക്കം തലശ്ശേരിയിൽ നിന്ന് എത്തിച്ചത് എന്നാണ് ഇതുവരെയുള്ള മൊഴി. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നാണ് വ്യക്തമാവുക. ഇവരെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. ജിൽസി.